ഹലോ, ഇത് കണ്ടോ? ഇവിടെ കാനഡയിലുണ്ടല്ലോ സ്പ്രിങ് കഴിയുമ്പോഴത്തേക്കും, അതായത് ഈ മഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഏർലി സ്പ്രിങ് ആവുമ്പോഴത്തേക്കും മണ്ണിന്റെ അടിയിൽ നിന്ന് തനിയെയല്ല, നമ്മൾ പണ്ട് നട്ട് വെക്കണതാണ്. അത് വിന്റർ ആവണ സമയത്ത് അത് ഫുള്ള് പോകും. അത് കഴിഞ്ഞിട്ട് അത് ബൾബ് പോലത്തെ, അതായത് നമ്മുടെ ഇങ്ങനെ ഈ കിഴങ്ങ് പോലത്തെ ഒരു സാധനമാണ് അതിന്റെ വിത്ത്. എന്നിട്ട് ആ സാധനം ഇങ്ങനെ പൊങ്ങി വരും സ്പ്രിങ്ങിന്റെ സമയം പൊങ്ങി വന്നിട്ട് ഒരു ലേറ്റ് സ്പ്രിങ്ങിന്റെ സമയത്ത്, അതായത് ഒരു സമ്മർ ആവണതിന് മുന്നേ ഉണ്ടാകുന്ന ഒരു പൂവാണിത്. ഇതിന്റെ പേര് പിയോണി എന്നാണ്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇതിന്, നല്ലൊരു സ്മെല്ലാണ്. ഇതിനകത്തുനിന്നൊക്കെ നമുക്കിപ്പോ നമ്മുടെ കടകളിലൊക്കെ ചെല്ലുന്നത്, അതായത് നമ്മുടെ ഇതിലൊക്കെ ബോഡി ലോഷന്റെ ഇതിനകത്തും സ്പ്രേയിനകത്തൊക്കെ ഇതിന്റെ പെർഫ്യൂം ഒക്കെ വരുന്നുണ്ട്. പെർഫ്യൂമിന്റെ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള, പിയോണി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂമും ബോഡി സ്പ്രേയും ബോഡി മിസ്റ്റ് ഒക്കെ വരാറുണ്ട്. അത്രയ്ക്ക് നല്ലൊരു മണമാണ്. ഒത്തിരി സ്ട്രോങ് സ്മെല്ലല്ല, പക്ഷെ എന്നാലും ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു പൂ, അയ്യോ ഒരു പൂ നോക്ക്. ഇത് കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട് ഒരു പൂവിന്. ഇത് കണ്ടോ, ഇത് പല ടൈപ്പ് ഉണ്ട്. ചെറിയ ഇതുള്ളതുകൊണ്ട്, ഇതിപ്പോ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് കണ്ടോ, ഇതായിട്ടുള്ള ഇങ്ങനെ. ഇത് കണ്ടോ, ഇത്രയും ഒരു വലിയൊരു പൂ എന്റെ കൈയുടെ ഉള്ളിൽ ഫുള്ള്. അതിന്റെ വേറൊരു കളറാണിത്. ഇത് കണ്ടോ, ഇപ്പൊ ഇതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ ഇതളിന് കുറെ ആയിട്ടുള്ള ഇതളുകളാണ്. ഇത് തിക്കാണ്, ഇത് അത്ര തിക്കല്ല. കണ്ടോ, ചെറിയ ഇതള്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ യെല്ലോ കളറിലൊരു ഇതൊക്കെ ആയിട്ട് നല്ല സ്മെല്ലാണ്. ഇത് കണ്ടോ, ഇതിപ്പോ ഞാൻ എന്റെ ഗാർഡനിൽ നിന്ന് പുറകുവശത്തുനിന്ന് എടുത്തതാണ്. വീടിന്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണേ. പുറകുവശത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഞങ്ങള് പറഞ്ഞു, പുറകുവശത്ത് നിന്നിട്ട് ആരും കാണാനില്ലല്ലോ, ഇപ്പൊ ഇവിടെ മഴയൊക്കെയാണ്. അപ്പൊ അധികം പുറവശത്തേക്ക് അധികം പോവാത്ത കൊണ്ടിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം പുറവശത്തേക്കൊന്നും പോവാറില്ല ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് വീടിനകത്തിരിക്കുവാണെങ്കിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. കുറച്ച് നാൾ ഇരുന്നോളും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാല്. ശരിക്കും ഇത് വിരിയണതിന് മുന്നേ ഈ ഒരു ബഡ് സ്റ്റേജിലൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നിന്നോളും വെള്ളത്തിലെ. വീടിനകത്ത് വെക്കുവാണെങ്കിൽ നല്ല മണവും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ ഓൾമോസ്റ്റ് ഫുള്ള് വിരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അധികം നാള് നിൽക്കില്ലായിരിക്കും, എന്നാലും ഒരാഴ്ചയെങ്കിലും നിൽക്കും. അതിന്റെ വിരിഞ്ഞു വരുന്ന ഒരു ചെടി ഞാൻ കാണിച്ചില്ല, ഞങ്ങളുടെ ഫ്രണ്ട് യാർഡിൽ നിൽപ്പുണ്ട്. ഇതെല്ലാം ഫുള്ള് ബാക്ക് യാർഡിൽ നിന്ന് കിട്ടിയതാണ്. ഇതല്ലാതെ ഇതിപ്പോ ഫ്രണ്ട് യാർഡിലുണ്ട്. ഇത് വൈറ്റിന്റെ തന്നെ വേറെ വ്യത്യാസം കണ്ടോ, കുറച്ച് ഇതളായിട്ട് ഉള്ളിൽ ഇങ്ങനെ യെല്ലോ ഇതായിട്ട് വരുന്ന അതിന്റെ ബഡാണ് ഇത്. കണ്ടോ, ഇതാണ് അതിന്റെ ആ ചെടി. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ, ഇതിന്റെ വെയിറ്റ് കാരണം ശരിക്കും ഇതിന് താങ്ങാൻ പറ്റാണ്ട് ഇതിങ്ങനെ തല കുത്തി ഇങ്ങനെ കിടക്കും. അപ്പൊ നമ്മളിങ്ങനെ എടുക്കും. ഇതിപ്പോ മിക്ക ഗാർഡൻ സെന്ററിലൊക്കെ ചെന്നാലും ഇതിപ്പോ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഇത് മേടിച്ചിട്ട് നടുവാണെങ്കിൽ എവറി ഇയർ ഇത് നമ്മൾ സ്പ്രിങ്ങിന്റെ സമയമാകുമ്പോഴത്തേക്കും വന്നിട്ട് ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവും. നല്ല രസമാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവത്തില്ല. അത് കഴിഞ്ഞ് നമ്മളിത് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഈ സെയിം സമയമാകുമ്പോൾ വരും. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. കണ്ടോ, ഇഷ്ടമായ എല്ലാവർക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ടൈം കാണാം കേട്ടോ.